ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ഫൈറ്റിംഗ് ഗെയിം ഫ്രാഞ്ചൈസി ടെക്കൺ എന്ന് പറഞ്ഞ ഫൈറ്റിംഗ് ഗെയിം ഫ്രാഞ്ചൈസിയിൽ വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടറായിട്ടുള്ള കസൂമി മിഷിമയുടെ ഹിസ്റ്ററിയാണ്. ഗൈസ്, ഈ ഗെയിമിൻ്റെ മെയിൻ ഹീറോയുടെ ഹിസ്റ്ററി പറഞ്ഞ് ഞാൻ തുടങ്ങാത്തതിൻ്റെ മെയിൻ കാരണം ഈ ഗെയിമിൻ്റെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത് ഡെവിൾസ് വേഴ്സസ് ഹ്യൂമൻസ് ആണ്. അപ്പോൾ ഈ ഡെവിൾസ് വേഴ്സസ് ഹ്യൂമൻസ് ആ ഒരു ബാറ്റിൽ തുടങ്ങാനുള്ളതിൻ്റെ മെയിൻ കാരണം തന്നെ ഈ കസൂമി മിഷിമയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഈ കസൂമിയുടെ ഹിസ്റ്ററി പറഞ്ഞു തുടങ്ങാനുള്ള മെയിൻ കാരണം. അപ്പോൾ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദി വീഡിയോ ഗൈസ്. അപ്പോൾ സംഭവം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസൂമിയുടെ ശരിക്കുള്ള പേര് കസൂമി ഹാച്ചിച്ചോ എന്നാണ്. ഇവർക്കൊരു ക്ലാൻ ഉണ്ട് ഗൈസ്, ഹാച്ചിച്ചോ ക്ലാൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ ക്ലാനിലെ മെമ്പേഴ്സിന് ഇങ്ങനെ ഫ്യൂച്ചർ കാണാനുള്ള പവർ ഉണ്ട്. അപ്പോൾ ആ ക്ലാനിലൊരു മുതിർന്ന മെമ്പർ പറയും, ഇങ്ങനെ ഫ്യൂച്ചർ കണ്ടിട്ട് പറയും, നമ്മുടെ ഈ ലോകത്തിന് ഹിഹാച്ചി മിഷിമ എന്നുള്ളൊരാൾ കാരണം ഇങ്ങനെ ആപത്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പുള്ളിക്കാരൻ പറയും. അങ്ങനെ ഈ ഹാച്ചിച്ചോ ക്ലാനിലെ മെമ്പേഴ്സൊക്കെ കൂടി കസൂമിയോട് ഹിഹാച്ചിനെ കൊല്ലാനായി പറഞ്ഞു വിടും. അങ്ങനെ കസൂമി ഒരുപാട് തിരഞ്ഞ് നേരെ ഹിഹാച്ചിയുടെ ഫാദറായിട്ടുള്ള ജിൻപാച്ചി മിഷിമയുടെ ഡോജോയിൽ കുൻഫു ട്രെയിനിങ് ചെയ്യാനായിട്ട് വരും. അങ്ങനെ കുൻഫു ട്രെയിനിങ് ഒക്കെ നടക്കും. ഹിഹാച്ചിയും കസൂമിയും തമ്മിൽ പ്രേമത്തിലാവും. അവർ കല്യാണം കഴിക്കുന്നവർക്കൊരു കൊച്ചുണ്ടാവും. ആ കൊച്ചിൻ്റെ പേരാണ് കസൂയ മിഷിമ. അപ്പോൾ എല്ലാം ഇങ്ങനെ സമാധാനമായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരിക്കൽ ഡോജോയിൽ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് കസൂമി അൺകോൺഷ്യസ് ആകുമ്പോഴത്തേക്ക് ഹിഹാച്ചി പേടിക്കും. ഹിഹാച്ചി കസൂമിക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും കസൂമി ശരിക്കും പറഞ്ഞാൽ പുറകിൽ കൂടി വന്ന് പുള്ളിക്കാരനെ അറ്റാക്ക് ചെയ്യുന്നത്. പുള്ളി എന്ത് തേങ്ങയാണെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും കസൂമി പറയുന്നത്, എന്നെ ഹാച്ചിച്ചോ ക്ലാനിലെ മെമ്പേഴ്സ് വിട്ടതാണ്, നീ കാരണം ഈ ലോകത്തിന് വളരെയധികം ആപത്തുണ്ടാവും, അതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലാൻ വന്നതെന്ന് പറയും. അതും പുള്ളിക്കാരൻ്റെ മോന്തൊക്കെ നോക്കി തന്നെ പറയും. അത് കഴിഞ്ഞ് കസൂമി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കസൂമിയുടെ ഡെവിൽ ഫോം ആക്ടിവേറ്റ് ചെയ്യും. ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡെവിൾസ് വേഴ്സസ് ഹ്യൂമൻസിൻ്റെ ബാറ്റിൽ തുടങ്ങുന്നത്. കസൂമി ഡെവിൽ ഫോമിൽ ഹിഹാച്ചിനെ അറ്റാക്ക് ചെയ്യുമെങ്കിലും ഹിഹാച്ചി എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ പ്രൈമിലാണ്. പുള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിഷിമ സ്റ്റൈൽ കരാട്ടെ, അതാണ് പുള്ളിയുടെ ഫൈറ്റിംഗ് സ്റ്റൈൽ. ആ ഫൈറ്റിംഗ് സ്റ്റൈൽ ഭയങ്കര ബ്രോക്കണാണ്. ആ ഫൈറ്റിംഗ് സ്റ്റൈൽ വെച്ചിട്ട് ഫസ്റ്റ് ടൈം കസൂമിനെ മനസ്സില്ലാണ്ട് തീർക്കും. എന്ന് വെച്ചാൽ പുള്ളി കൊന്നുകളയില്ല, ഡിഫീറ്റ് ചെയ്യും. അപ്പോഴൊക്കെ പുള്ളിക്കാരൻ വിഷമമുണ്ടാവും. എന്നിട്ട് പുള്ളി തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് പുറകിൽ കൂടി ഒന്ന് അടിക്കാൻ നോക്കും. അപ്പോൾ ഒരു ഒറ്റടിക്ക് താഴെ ഇടും. എന്നിട്ട് ഒന്നും കൂടി വന്ന സമയത്ത് പുള്ളിക്കാരൻ കസൂമിയുടെ കുരക്കിന് കയറി പിടിക്കും. എന്നിട്ട് പൊക്കി എടുത്തിട്ട് ഇങ്ങനെ എയറിൽ നിർത്തിയിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. കാരണം പുള്ളിക്കാരൻ അത്രയും സ്നേഹിക്കണ പുള്ളിയുടെ വൈഫാണ് ഈ കസൂമി മിഷിമ. അപ്പോൾ ഈ കസൂമി തന്നെ പുള്ളിക്കാരൻ കൊല്ലാൻ നോക്കണ സമയത്ത് പൊളിയും. അപ്പോൾ ഈ കസൂമി എന്ത് ചെയ്യും, സെൻറ്റി അടിക്കും. പൊന്നു മോനെ, എന്നെ കൊല്ലല്ലേടാ, ഞാൻ നിൻ്റെ വൈഫല്ലേ, തേങ്ങയില്ലേ മാങ്ങയില്ലേ എന്നൊക്കെ പറയും. പക്ഷേ പുള്ളീനെ 2 വട്ടം കൊല്ലാൻ നോക്കിയതല്ലേ. അതുകൊണ്ട് പുള്ളി പറയും, നീ ഇനി തൊട്ട് എൻ്റെ വൈഫല്ല, ഞാൻ സ്നേഹിച്ച കസൂമി അല്ല നീ എന്നും പറഞ്ഞുകൊണ്ട് കസൂമീനെ അവിടെ തന്നെ വെച്ച് ക്ലോസ് ആക്കും. പക്ഷേ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഇപ്പം കസൂമി മാത്രമേ മരിച്ചിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്കൊരു കൊച്ചും കൂടി ഉണ്ട്, കസൂയ മിഷിമ. പിന്നെ ഗൈസ്, ഇപ്പം കണ്ട പോലെയൊന്നുമല്ല ഹിഹാച്ചി. പുള്ളി ശരിക്കും പറഞ്ഞ ഒരു 1.5 സൈക്കോയാണ് ഗൈസ്. പക്ഷേ പുള്ളിയുടെ സൈക്കോത്തരം മൊത്തം സഹിക്കാൻ പോകുന്നത് നമ്മുടെ കസൂയ മിഷിമയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. ഞാൻ കസൂയ മിഷിമയുടെ വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ സൈനിങ് ഓഫ്, ബൈ.